ഹായ് ഫ്രണ്ട്സ്, 4 വർഷം മുമ്പ് നമ്മുടെ ഫോട്ടോക്ക് ജിയോ മച്ചാണ്ടല്ല ഈ കാണുന്ന ഇതുപോലത്തെ ഒരു ഇലക്ട്രിക് ബൈസൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടാ. നമുക്ക് ആ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാൻ വളരെയധികം ആഗ്രഹിച്ചാണ്, പക്ഷെ ഇപ്പോഴേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ജിയോ മച്ചാൻ പറഞ്ഞ പോലെ തന്നെ ഈ സൈക്കിൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇതിന് മേക്കിംഗ് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇലക്ട്രിക് ബൈസൈക്കിൾ നമ്മുടെ ഈ ഒരു പഴയ സൈക്കിളുണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. തുരുമ്പിച്ച് നാശമായിരുന്ന സംഭവം ഒരു ഓടിക്കാൻ പറ്റിയ അവസ്ഥയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിന് ആകെ മോഡിഫൈ ചെയ്ത് മോട്ടർ ബാറ്ററി ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ആക്കി എടുക്കാനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ സൈക്കിളിലെ തുരുമ്പും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ബാറ്ററിയും മോട്ടറൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ബാറ്ററി മോട്ടർ നമുക്ക് കൊണ്ടുവരാം. ഏകദേശം ഈ ഭാഗത്തേക്ക് ആയിരിക്കും നമ്മൾ ബാറ്ററി വയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ സൈക്കിളിൽ ബാറ്ററി മോട്ടറൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈക്കിളിൻ്റെ പഴഞ്ച ലുക്ക് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കളർ പെയിൻ്റ് ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഒന്ന് അടിച്ച് തീർക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ പണിക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ 24 വോൾട്ടിൻ്റെ ഈ മോട്ടറാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഈ സൈക്കിൾ നമുക്ക് വെക്കാൻ പോണത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പാർട്സിലൊക്കെ ഫിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ കാരിയറിൻ്റെ ഭാഗത്തായിട്ടുണ്ടാവും നമ്മൾ ഈ മോട്ടർ വയ്ക്കാൻ പോണത്. നമുക്കിനി ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ബാറ്ററി കൂടി വെക്കാനുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ക്രാങ്ക് നമ്മൾ ഈ ചെയിൻ മേടിച്ചിട്ട് നമ്മൾ ഈ ഫ്രീ വീലിൽ നിന്ന് ഈ മോട്ടറിൻ്റെ ചക്രത്തുമ്പോൾ ഉണ്ട് നമ്മുടെ ഈ ചെയിന് കൊടുക്കണ. അപ്പോൾ നമ്മുടെ ഈ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ നമ്മുടെ ഈ ബാറ്ററി നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ത്രോട്ടിൽ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ത്രോട്ടിൽ സ്റ്റിക്ക് വെക്കാൻ പോകുന്നത്. ഈ ത്രോട്ടിൽ സ്റ്റിക്കാണ് നമ്മൾ ഈ ഭാഗത്തായിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബ്രേക്ക് വെച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ത്രോട്ടിൽ വെച്ചെടുക്കാം. നേരത്തെ ഉണ്ടായ ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ടായിട്ടാണ്, ഒന്നും ആവശ്യം ഉണ്ടായില്ല. നമ്മൾ പുതിയാണ് വയ്ക്കാൻ പോണത്. നമുക്ക് നമ്മുടെ ത്രോട്ടിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്തോ ബൈക്ക് പോലെ ഉണ്ട് സംഭവം, നമുക്ക് തിരിക്കുമ്പോൾ നമ്മൾ ഓടാൻ പോണേ. അപ്പോൾ ഈ കാണുന്ന സംഭവത്തിൽ ലൈറ്റും ഹോണൊക്കെ ഉൾപ്പെടുന്ന സംഭവം ഉണ്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ട്? ഇപ്പോൾ അടിപൊളിയായില്ലേ? അപ്പോൾ അതിനൊരു ഇലക്ട്രിക് സൈക്കിളിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് ഈ സംഭവങ്ങളിലായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ത്രോട്ടിൽ ലൈറ്റ് പിന്നെ ഈ മോട്ടർ ബാറ്ററി എന്നല്ല എല്ലാ സംഭവവും കൺട്രോൾ ചെയ്യണത് ഇത് ഈ കാണുന്ന ഈ കൺട്രോളറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ സൈക്കിളിലത്തെ എല്ലാ പാർട്സും കണക്ട് ചെയ്യണത്. ഇതിലെ ഓരോന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഏതിലൊക്കെ കണക്ട് ചെയ്യണമെന്നുള്ള കണ്ടില്ലേ? കീ, ത്രോട്ടിൽ, മോട്ടർ, ബ്രേക്ക്, ലൈറ്റ് എന്നൊക്കെ കണ്ടോ ഇങ്ങനെ കാണിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ഓരോന്നും അതേ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിനി ത്രോട്ടിലും കൂടി കണക്ട് ചെയ്യട്ടെ ഫ്രണ്ട്സ്. അതേ നമ്മുടെ ഈ കണക്ഷനൊക്കെ നമ്മൾ ഭൂരിഭാഗം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെയും ബാറ്ററിയുടെയും കണക്ഷൻ കൂടി കൊടുക്കാണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഈ കൺട്രോളർ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ ഈ കാരിയറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ടാവും. ഫ്രണ്ട്സ്, അതേ നമ്മുടെ ഈ കാരിയറിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു എലിപ്പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എലിനെ പിടിക്കാനുണ്ടല്ലോ ഫ്രണ്ട്സ്. നമ്മൾ തമാശ പറഞ്ഞാണ് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യാണത്. ഈ കാണുന്ന 2 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്. നമ്മൾ ഇത് വെക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കൂടുതലൊരു സംവിധാനം ഉണ്ടാക്കിയത് ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനും കൂടി കൊടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഈ വയറിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ടൈ കൊണ്ടൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ സൈക്കിളിൻ്റെ പണി അങ്ങോട്ട് തീരുട്ടോ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് നമുക്ക് അങ്ങോട്ട് ഓടിച്ച് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സംഭവം ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരെ ഇത് ഉണ്ടാക്കുന്നു നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ബാക്കിയുള്ള പണിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓടിച്ച് നോക്കട്ടോ. ഫ്രണ്ട്സ്, അതേ നമ്മുടെ ഈ ബൈക്കിൻ്റെ പണി ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വയറൊക്കെ അറേഞ്ച് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ആകെയുള്ള പണി എന്ന് വെച്ചാൽ സംഭവം ഓടിച്ച് നോക്കലാണ്. അപ്പോൾ അതേ നമുക്ക് സാധാരണ നമ്മുടെ ബൈക്കൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കീ ഉണ്ടാവില്ലേ. നമ്മുടെ ഈ സൈക്കിളിന് പ്രത്യേകത എന്ന് വെച്ചാൽ സംഭവം ഓടിക്കുന്നത് ഈ സംഭവം വേണ്ട നമ്മുടെ ഒരു കീ വേണം ഇത് ഓടിക്കണമെങ്കിൽ. അപ്പോൾ എങ്ങനെ സംഭവം ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മുടെ
താക്കോലുണ്ട് ഓണാക്കാൻ വേണ്ട കണ്ടില്ലേ അതേ ഒരു ബൈക്ക് പോലെയാണ് ഒരു സംഭവം. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലൊക്കെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ പോലെ തന്നെ നമുക്ക് നമ്മുടെ ത്രോട്ടിൽ അങ്ങോട്ട് കൊടുത്തു നോക്കിയാൽ കണ്ടില്ല എൻ്റെ പോലെ ഫ്രണ്ട്സ്. ഓക്കെ നമ്മുടെ ഈ ബൈക്കിന് സക്സസ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. മോനെ നമ്മൾ വിചാരിച്ചിട്ട് നല്ല സ്മൂത്ത് ഉണ്ട് സംഭവം, അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ മോട്ടറും ബാറ്ററി ഒക്കെ എന്തായാലും അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ടാവും. ഫ്രണ്ട്സ് അത് നമ്മുടെ ഈ ബൈക്ക് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നത് കിട്ടാ. നമുക്ക് വിചാരിച്ചിട്ട് അടിപൊളിയാണ് സംഭവം. നമ്മൾ ബാറ്ററി പിന്നെ മോട്ടറും ഒക്കെ ഓക്കെയാണ്, നന്നായിട്ട് വർക്ക് ആവുന്നത് കിട്ടാ. ഇനി ശരിക്കും ഒരു ബൈക്കിന്റെ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. നമ്മ വേറെ കാര്യങ്ങളൊക്കെ ഈ ബ്രേക്ക് പിന്നെ ഈ ലൈറ്റ് ഓണൊക്കെ നമുക്ക് എന്താ പറയുക കറക്റ്റ് ഒരു ബൈക്കിന് ഫീൽ കിട്ടാൻ സംഭവം ഉണ്ടാവും. ഏതായാലും ആ കൂടി ഈ ബൈക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഈ പാർട്സ് ഫുള്ള് നമുക്ക് ഓൺലൈനിൽ കിട്ടിയാണ് കേട്ടോ. സ്ലോട്ടില് പിന്നെ മോട്ടറും ബാറ്ററി ഒക്കെ ഫുൾ ഓൺലൈനിൽ കിട്ടിയത്. അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. സൈക്കിൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ സ്കൂളിലൊക്കെ ഇത് വെച്ചിട്ടേക്ക് നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഓടിക്കാൻ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. നോക്കി ഫ്രണ്ട്സ്, ഈ കാണുന്ന ഹൈറ്റ് ഉൾക്കൊള്ളും നമ്മുടെ മോട്ടർ നമ്മൾ ചെയിൻ വഴി നമ്മൾ മറ്റേ ഫ്രീ വീലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന 12 വോൾട്ടിന് 2 ബാറ്ററി പവർ സപ്ലൈ ചെയ്യണത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യണം നമ്മുടെ ഈ കൺട്രോൾ യൂണിറ്റ് കേട്ടോ. ഇതിൻ്റെ ഈ കാണുന്ന നമ്മുടെ കീ സിസ്റ്റം പിന്നെ നമ്മുടെ ത്രോട്ടിലൊക്കെയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ഉണ്ട് ഇത് മെയ്ക്ക് ചെയ്യാനൊക്കെ. എന്നെ പോലത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയ സംഭവം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ത്രോട്ടിലായാലും മോട്ടറായാലും ബാറ്ററി ആയാലും എല്ലാം അടിപൊളിയായിട്ട് സംഭവം വർക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ജിയോ മച്ചാനെ ഫോട്ടോ ആക്കിയിട്ട് ജിയോ മച്ചാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതായാലും നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.